ഹായ് ഗായ്സ്, അപ്പോൾ അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി പോയി കണ്ട്. ഇന്നലെ ഇറങ്ങിയതായിരുന്നു, ഇന്നാണ് കാണാൻ പറ്റിയത്. സിനിമേനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് കണ്ടൻറ്റൊക്കെ നല്ലതാണ്, വളരെ നല്ല കണ്ടൻറ്റ്. പക്ഷേ എടുത്തു വെച്ച രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലായി മിക്കയിടത്തും കുഴപ്പമുണ്ടാവും. പിന്നെ അല്ല ഇവരെന്താ ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന് മനസ്സിലായി. എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് മനസ്സിലായി. ഇവർ ഉദ്ദേശിച്ച് കാണണമെന്ന് ആ ഒരു ഇതൊക്കെ ആകുമ്പോൾ ഇത്തിരി മടുപ്പൊക്കെ വരും. പക്ഷേ എന്നാലും കുഴപ്പമില്ല. തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ കണ്ട് എനിക്കങ്ങനെ ഭയങ്കര മോശമായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ കണ്ടിരിക്കാൻ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ചില ഡയലോഗുകൾ, ചില കോമഡി അതൊക്കെ നല്ല, ചില കോമഡി വർക്കൗട്ടായില്ല. പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഈ ട്രെയിലർ എന്ത് കണ്ടു അത് ഞാൻ വിചാരിച്ചു പോയി, അതൊക്കെ തന്നെ കിട്ടി. എനിക്ക് ദിലീപിൻ്റെ പടങ്ങൾ എനിക്കിഷ്ടമാണ്. പക്ഷേ പുള്ളിക്ക് ജനപ്രിയ എന്ന നായകൻ്റെ ജനപ്രിയ എന്ന പേരുണ്ട്. അതുകൊണ്ടാവും ഇങ്ങനത്തെ സിനിമകൾ എടുക്കണമെന്ന് പറഞ്ഞോളൂ. അത് ഫാമിലി ആ ഒരു പേര് പുള്ളിക്ക് ഉണ്ടെങ്കിൽ പുള്ളി അത് വിചാരിച്ച് ഇങ്ങനത്തെ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. വെറൈറ്റി പടങ്ങൾ, അതായത് ആ പേര് പുള്ളിക്ക് പോകാതിരിക്കണമെങ്കിൽ വെറൈറ്റി പടങ്ങൾ എടുക്കുക. അത് തനിയെ വന്നോളൂ. ആ പേര് ബേസിൽ കണ്ടില്ലേ, വെറൈറ്റി പടങ്ങൾ എടുക്കും, ഇടയ്ക്ക് ഇങ്ങനത്തെ പടങ്ങൾ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ. പുള്ളിയൊക്കെ പണ്ട് എന്തൊരു കിടലെന്ന് അറിയാം. പുള്ളിയുടെ ഇങ്ങനെ മമ്മൂട്ടി മോഹൻലാലിനെക്കാളും കൂടുതൽ വെട്ടമൊക്കെ എന്തോരം തവണ കണ്ടാൽ എനിക്ക് പോലും ഓർമ്മയില്ല. എടുത്തു പറയുന്നത് റൺവേയുടെ ഈസി ഇതൊക്കെ എന്തോ തവണ കണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരാളൊക്കെ ഇങ്ങനെ താഴ്ന്നിരിക്കുമ്പോഴേ എനിക്ക് ഈ പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളീൻ്റെ ഉള്ളിലെ ആ ഒരു നായകനില്ലേ, അത് നടനില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു രാഷ്ട്രനടികനാണ്. ആ മറ്റേ കമാരസമ്പത്തിലൊക്കെ എന്തൊരു കിടിലെന്നറിയൂ. ആ ഒരു പുള്ളിയാണ് ഇങ്ങനെ ഇരിക്കണേ. പുള്ളിക്ക് പറ്റിയൊരു കിടിലൻ സ്റ്റോറി കിട്ടി. എനിക്ക് തന്നെ പുള്ളി തമിഴിലേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ട്. അതായത് പേര് ആ ഒരു പഴയ പേര് എടുക്കണമെങ്കിൽ ദിലീപ് എന്നുള്ള പേര് മൊത്തത്തിൽ കേൾക്കണമെങ്കിൽ തമിഴിൽ പോകണം. ഇപ്പോൾ ലോകേഷിൻ്റെ സിനിമയിൽ, കാർത്തിക് സുഹാസിൻ്റെ പടങ്ങളിൽ, അല്ലെങ്കിൽ അവരൊക്കെ പടങ്ങളിൽ പോയി തെളിഞ്ഞിട്ട് വീണ്ടും മലയാളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കിടിലം പടങ്ങൾ കിട്ടുന്നത്, വെറൈറ്റി സ്റ്റോറികൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും ഇങ്ങനത്തെ പടങ്ങൾ. അതായത് ആ ഒരു ജനപ്രിയ നായകൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ തന്നെയാവും തോന്നുന്നുണ്ട്. കിടിലൻ സ്റ്റോറികൾ എടുക്കണം. ഇതൊക്കെ പുള്ളിക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്നുണ്ട്. ഇതൊക്കെ പിന്നെ പുള്ളി ഈ സിനിമയിലും ആ ഒരു പുള്ളിയുടെ രീതിയിലല്ല, കോമഡിയും ആ രീതിയും ഇമോഷണലും ആ കള്ളു കുടിച്ച സംസാരം അതൊക്കെ ഒരേ ടൈപ്പ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഇങ്ങനെ പറയണം. ഇങ്ങനെ ഇരുന്ന് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ പുള്ളിക്ക് പ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ സിനിമ, അങ്ങനത്തെ പടങ്ങളൊക്കെ എടുക്കുക. കുഴപ്പമില്ല. ഒരു ദിലീപിൻ്റെ ഒരു പടം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പിന്നെ ധ്യാനമൊക്കെ എന്തെന്ന് പറയാം, അവർക്കൊന്നും ദിലീപിൻ്റെ പടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പോയി കാണണം എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു കിടിലൻ സ്റ്റോറി കിട്ടണുണ്ട് പുള്ളിക്കൊക്കെ. ആ ബബ്ബ എനിക്ക് തോന്നുന്നത് മിക്കവാറും നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. അതിന് ട്രെയിലർ എനിക്ക് പറ്റാൻ എന്നാലും മനസ്സിലാവുള്ളൂ. എനിക്ക് ആ സിനിമയിൽ എനിക്ക് പുള്ളിയുടെ ഒരു കിടിലൻ തിരിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നൊരു നടനെ ഒരു പേരൊക്കെ കേട്ട് തുടങ്ങാമെന്ന് ചിലപ്പോൾ ആ സിനിമയിലായിരിക്കും എന്ന് പറയാൻ വരട്ടെ. ആ സിനിമയുടെ ട്രെയിലർ ടീസർ എന്തെങ്കിലുമൊക്കെ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ നോക്കും. ഭയങ്കര ഇതായിട്ട് ആ ഒരു പഴയ ദിലീപിനില്ലേ ശരിക്കും മിസ്സാവുണ്ട്. ആ ഒരു നടനെ പുള്ളിയൊക്കെ ഇപ്പോൾ കിടിലൻ പടം, പുള്ളി ഇപ്പോൾ തെളിഞ്ഞിങ്ങനെ നിന്നേനെ. പുള്ളിക്ക് ആ ദിലീപിൻ്റെ പ്രത്യേകത അറിയാമോ, പുള്ളിയുടെ ബോഡി വരെ പുള്ളി വിട്ടാണ്. പക്ഷെ മുഖത്തിലൊരു പ്രായമുണ്ട് പുള്ളിക്ക്. അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. പ്രായം വന്നെന്താ അതൊരു പുള്ളിയുടെ ഇതുകൊണ്ടായിരിക്കും. എന്തായാലും പുള്ളിക്ക് ഇനി കിടിലൻ പടങ്ങൾ കിട്ടട്ടെ, അതായത് കിടിലൻ സ്റ്റോറികൾ കിട്ടട്ടെ. ഏത് നേരം ഇങ്ങനത്തെ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എടുക്കേണ്ടി വന്നാൽ മതി. കാരണം ജനപ്രിയ നായകൻ എന്നുള്ള പേര് വീണ്ടും ഉയർത്തെടുക്കണമെങ്കിൽ കിടിലൻ പടങ്ങൾ കാണും, വെറൈറ്റി സ്റ്റോറി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ബൈ.